അമേരിക്കൻ സൈന്യം പിടികൂടിയ മഡൂറോയ്ക്ക് പിന്നാലെ വെനസ്വേലയിൽ അധികാരം ആര് പിടിക്കും? കാരക്കാസിലെ ആകാശം വെടിയുണ്ടകളുടെ വെളിച്ചത്താൽ ചുവക്കുകയാണ്. ട്രംപിന്റെ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുകയാണോ? വെനസ്വേല ഒരു ആഭ്യന്തര യുദ്ധത്തിന്റെ പടിവാതിൽക്കലാണ്. ലോകം ഉറ്റുനോക്കുകയാണ് കാരക്കാസിലെ ഈ കനത്ത പോരാട്ടത്തെ. തിങ്കളാഴ്ച രാത്രി 8:30യോടെയാണ് വെനസ്വേലൻ തലസ്ഥാനമായ കാരക്കാസ് യുദ്ധക്കളമായി മാറിയത്. മിറാഫ്ലോറസ് പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിന് മുകളിൽ വിമാനവിരുദ്ധ തോക്കുകളും ചെറിയ ആയുധങ്ങളും ഒരുപോലെ ഗർജിച്ചു. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ അങ്ങേയറ്റം ഭീതിപ്പെടുത്തുന്നതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കെട്ടിടങ്ങളുടെ മുകളിൽ ആയുധധാരികളായ സൈനികർ നിലയുറപ്പിച്ചിരിക്കുന്നു. തെരുവുകളിൽ BMP-3 കവചിത വാഹനങ്ങൾ റോന്തു ചുറ്റുന്നു. ജനുവരി 3-ന് അമേരിക്കൻ ഡെൽറ്റ ഫോഴ്സ് നിക്കോളാസ് മഡൂറോയെ ബങ്കറിൽ നിന്ന് പിടികൂടിയതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. മഡൂറോ പോയതോടെ ഉണ്ടായ ഒരു ഭരണശൂന്യതയിൽ സുപ്രീം കോടതി ഡെൽസി റോഡ്രിഗസിനെ താൽക്കാലിക പ്രസിഡന്റായി നിയമിച്ചെങ്കിലും കാര്യങ്ങൾ ഒട്ടും ശാന്തമല്ല. മഡൂറോ അനുകൂലികളായ തീവ്ര വിഭാഗം സൈന്യത്തിനെതിരെ തിരിഞ്ഞതായിട്ടാണ് സൂചനകൾ. റഷ്യയും ചൈനയും ഈ അമേരിക്കൻ നീക്കത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു കഴിഞ്ഞു. ഒരു പരമാധികാര രാജ്യത്തെ ഭരണത്തലവനെ തട്ടിക്കൊണ്ടുപോയത് ക്രൂരതയാണെന്നാണ് അവരുടെ പക്ഷം. മഡൂറോയുടെ മകൻ നിക്കോളാസ് ഗ്വറ രാജ്യത്ത് നടക്കുന്നത് വലിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന മുന്നറിയിപ്പും അവിടെ നൽകുന്നുണ്ട്. സൈന്യത്തിനുള്ളിൽ തന്നെ ഭിന്നത രൂക്ഷമാണെന്നാണ് യുദ്ധവിമാനങ്ങൾ കാരക്കാസിന് മുകളിൽ താഴ്ന്നു പറക്കുന്നത് കൊണ്ട് നൽകുന്ന ഒരു സൂചന. അമേരിക്ക ഇതിനെല്ലാം തന്നെ തള്ളിക്കളയുകയാണ്. വെനസ്വേലയിൽ നടക്കുന്നത് ആഭ്യന്തര പ്രശ്നമാണെന്നും തങ്ങൾക്കിതിൽ വലിയ പങ്ക് ഒന്നും തന്നെ ഇല്ല എന്നാണ് വൈറ്റ് ഹൗസിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു നിലപാട്. എന്നാൽ ട്രംപ് ഭരണകൂടം വിതച്ച വിത്ത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ കലാപമായി വളർന്നത്. വിമാന സർവീസുകൾ റദ്ദാക്കി എംബസികൾ അടച്ചു പൂട്ടിയിരിക്കുകയാണ്. ഡെൽസി റോഡ്രിഗസ് സമാധാനത്തിനായി അമേരിക്കയെ ചർച്ചയ്ക്ക് വിളിക്കുന്നുണ്ടെങ്കിലും കനത്ത വെടിവെപ്പുകൾ തുടരുന്നത് അരാജകത്വം, വെനസ്വേലയിലെ അരാജകത്വം എത്രത്തോളമാണെന്ന് വ്യക്തമാക്കുന്നു. ഒരു ഭരണകൂടത്തെ തകർക്കാൻ എളുപ്പമാണ്, പക്ഷെ അവിടെ സമാധാനം പുനഃസ്ഥാപിക്കുക എന്നത് അങ്ങേയറ്റം പ്രയാസകരമായ ഒന്നാണ്. മഡൂറോയെ മാറ്റിയതിലൂടെ വെനസ്വേലയിൽ ജനാധിപത്യം വരുമെന്ന് പ്രതീക്ഷിച്ച ട്രംപിന് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത് ചോരപ്പുഴയൊഴുകുന്ന തെരുവുകളെയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.